രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമാവുകയാണ് പ്രവാസ ലോകത്തും. ദുബായിലെ വിവിധ ഹൈന്ദവ ഗ്രഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണം. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം. ഇടമുറിയാതെ മഴ പെയ്യുന്ന കള്ളക്കർക്കിടകം ഇപ്പോൾ കലണ്ടറിൽ ഒതുങ്ങി. മലയാളിയുടെ മനസ്സിലത് രാമായണ മാസമായി മാറി. മലയാളി ഉള്ളിടത്തെല്ലാം കർക്കിടകം രാമായണ മാസാചരണത്തിന് വഴിമാറി. മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. രാമായണശീലുകളുടെ ഭക്തിസാന്ദ്രമായ വായന കൊണ്ട് പ്രവാസ ലോകവും മുഖരിതമാണ്. രാമായണ മാസാചരണം ഭക്തിസാന്ദ്രമായി ആചരിക്കുകയാണ് പ്രവാസികളും. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമ ജപങ്ങളുടെ നാളുകളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. മായാമാരുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോഷധനവളുടെ പൂജയും കൈക്കൊണ്ടത്. മാസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. നാട്ടിൽ ഭയങ്കര മഴ, ആളുകൾക്കൊന്നും ചെയ്യാനില്ലാത്ത സമയം. അപ്പോൾ നാട്ടിലെന്താണെന്ന് വെച്ചാൽ ഞാൻ തൃപ്രയാർ ക്ഷേത്രത്തിനടുത്താണ്. കുട്ടിക്കാലം തൊട്ട് ഇത് കണ്ടിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഇന്നത്തെ മാതിരി കൂട്ടായ്മയോ വായനയൊന്നും അന്നില്ല. ഗൾഫിൽ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഈ കൂട്ടായ്മ ആധ്യാത്മിക സമിതി സത്വ നമ്മൾ കാണുന്നതും. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. ഇതൊരു കൂട്ടായ്മയാണ്. നാട്ടിലില്ലാത്തൊരിത് നമ്മളിവിടെ ഒന്ന് കൊണ്ടുവരികയാണ്. കാരണം നാട്ടിലെ അന്തരീക്ഷം വളരെ മോശമാണ്. അപ്പോൾ വളരുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അവർക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ ഇന്ന് ചെയ്തത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണം പാരായണം ചെയ്യുന്നത്. മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും വിഗതാത്മജാസൂതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായ സൂര്യകോടി തുല്യ തേജസ ജഗച്ഛാപ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനേ തന്മായാ ദേവിയായ ജാനകിയോടും. എല്ലാ വർഷവും രാമായണ മാസം തുടങ്ങുമ്പോൾ രാമായണം വായിക്കാനും ആചരിക്കാനും പോകാറുണ്ട്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച നാട് തന്നെ ശ്രീരാമൻ്റെ നാടായ തൃപ്പയാർ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിനടുത്താണ് നമ്മൾ ജനിച്ചു വളർന്നത് തന്നെ. അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ രാമായണത്തിനെക്കുറിച്ച് നമ്മൾക്ക് വളരെ അധികം എങ്ങനെ പറഞ്ഞു കേൾവി നമ്മുടെ മുത്തശ്ശിമാരും എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും അതനുകരിക്കാൻ വേണ്ടി ഇവിടെ സമിതികളിലുള്ള മെമ്പേഴ്സിൻ്റെ ഒക്കെ കൂടി പരിചയപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ അതിൽ കൂടെ എല്ലാ വർഷവും നമ്മൾ അതിനെ ആചരിക്കുന്നു. പ്രവാസ ലോകത്തെത്തിയിട്ട് രാമായണ പാരായണം തുടങ്ങിയവരും ധാരാളമുണ്ട്. തൊട്ട് അമ്മൂമ്മയൊക്കെ വായിക്കുന്നത് കണ്ട് വളർന്നിട്ടുള്ളതാണ്.
പിന്നെ 82 തൊട്ട് നാട്ടിലും രാമായണം ചെറുതായിക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ്, ഇവിടെ ഒരു 20 കൊല്ലത്തോളമായി. ഇപ്പോൾ ഓരോ കൊല്ലം നന്നായി വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഈ രാമായണ മാസം ഞങ്ങൾ രാമൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അടുത്ത രാമായണം വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കും. ആബാലവൃന്ദം ജനങ്ങളും ആവേശത്തോടെയാണ് രാമായണ പാരായണത്തിന്റെ ഭാഗമാകുന്നത്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAE-യിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. രാമായണ മാസാചരണം ആരംഭിച്ചതോടെ കൊച്ചുകുട്ടികൾക്ക് വരെ രാമായണം വായിക്കാൻ പഠിക്കണമെന്ന താല്പര്യം വന്നിട്ടുണ്ട്. കുട്ടികൾ നമ്മുടെ രാമായണ മാസത്തിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ വായിപ്പിക്കാറുണ്ട്, കഥകൾ പറയിക്കാറുണ്ട്. അവരെ കൊണ്ട് ഈ രാമൻ്റെ വേഷം, സീതയുടെ വേഷം അങ്ങനെയൊക്കെ നമ്മൾ കെട്ടിക്കാറുണ്ട്. രാമായണ പ്രത്യേക പോർഷൻസ് വരുന്നുതന്നെ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് അറിവില്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് 4 ലൈൻ വെച്ച് കൊടുത്ത് കുട്ടികൾ ഇപ്പോൾ നാളെ വായിക്കണമെങ്കിൽ ഇന്ന് തലേദിവസം കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്ത് അവർ രാമായണം വായിക്കാറുണ്ട്. കഥകളെല്ലാം പറയുമ്പോൾ കുട്ടികളും അമ്മമാരും എല്ലാവരും കൂടി ഒരുമിച്ച് കുടുംബമായിട്ട് ഇരുന്നിട്ടാണ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അറിവുകൾ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ, നമുക്ക് നാട്ടിൽ ഇങ്ങനെയൊരു സാഹചര്യം ഇല്ല കുട്ടികൾക്ക് ശരിക്കും. ഇനിയുള്ള ദിവസങ്ങളിലും പ്രവാസികൾ രാമകഥാ മാധുര്യം നുകരട്ടെ.